മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും, സൂര്യൻ കർക്കടകം രാശിയിലും, ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും, കേതു കന്നി രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും. സൂര്യൻ ഓഗസ്റ്റ് 16-ാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് 5-ാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് 22-ാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് 29-ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ബുധൻ ഏകദേശം 24 ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ ഓഗസ്റ്റ് 25-ാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നി രാശിയിലേക്കും, ചൊവ്വ 26-ാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 20-ാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകയിരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ ചൊവ്വ സാധാരണ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ്. കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെല്ലാം നല്ലതായിരിക്കും. ഓഗസ്റ്റ് 26-ാം തീയതി ചൊവ്വ 4-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 4-ാം ഭാവത്തിൽ ചൊവ്വ മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. ജോലിസ്ഥലത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരുവിൻ്റെ പൊസിഷൻ ഈ സമയത്ത് വളരെ നല്ലതാണ്. ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളും ഇല്ല. മിത്രഗ്രഹമായ ചൊവ്വ ഒപ്പം നിൽക്കുന്നതും ഗുരുവിൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടികൾ ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നതും നിങ്ങളുടെ കരിയറിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും. കരിയറിൽ പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികളായ യുവതീ-യുവാക്കൾ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ ജോബ് ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നിർമ്മിതമാകുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ ഏകദേശം 24 ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. എങ്കിലും 7-ൽ നിൽക്കുന്ന കേതുവിൻ്റെ മേൽ ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ധനസ്ഥാനാധിപനും ഭാഗ്യസ്ഥാനാധിപനുമായ ചൊവ്വയുടെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നതും ലാഭസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസം നന്നായി ശ്രമിച്ചാൽ സേവിങ്സും ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും.
പൊതുവെ സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത്. മീനം രാശിക്കാരുടെ 5-ാം ഭാവത്തിൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെ സൂര്യനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. എങ്കിലും അതിൻ്റെ ഫലങ്ങൾ താമസിച്ചിട്ടായാലും പിന്നീട് ലഭിക്കുന്നതുമായിരിക്കും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ഈ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കാണുന്നില്ല. 7-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ജോയിൻറ്റ് പെയിൻ, നടുവിന് വേദന എന്നിവയൊക്കെ വരാൻ ഇടയുണ്ട്. സമയത്ത് വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും. ഇതാണ് മീനം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.